ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ USS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങളുടെ കൂട്ടമേത്? താഴെ പറയുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങളുടെ കൂട്ടമേതാണ്? ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. അന്നപൂർണ, പവിത്ര, ജ്യോതി. ഇതിൽ സങ്കരയിനം നെല്ലിനങ്ങളുടെ കൂട്ടമാണ് അന്നപൂർണ, പവിത്ര, ജ്യോതി. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. അപ്പോൾ താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. ഭാരതരത്ന നേടിയ രണ്ടാമത്തെ മലയാളി. ആലപ്പുഴ കുട്ടനാട് മാങ്കൊമ്പിലാണ് തറവാട് വീട്. ഗോതമ്പിൻ്റെയും അരിയുടെയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വികസിപ്പിച്ചു. 2023 സെപ്റ്റംബർ 28 അന്തരിച്ചു. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. സുന്ദർലാൽ ബഹുഗുണ, കർപ്പൂരി ഠാക്കൂർ, വിക്രം സാരാഭായ്, MS സ്വാമിനാഥൻ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്, MS സ്വാമിനാഥൻ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത്: കമ്പോസ്റ്റ് വളം, എല്ലുപൊടി, യൂറിയ, കോഴിക്കാഷ്ടം. ഇതിൽ ഉത്തരം ഇതാണ്, യൂറിയ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്ത ഒന്നാണ് യൂറിയ. അടുത്ത ചോദ്യം: സമ്മിശ്ര വളപ്രയോഗം എന്നാൽ എന്താണ്? സമ്മിശ്ര വളപ്രയോഗം എന്നാൽ എന്താണ്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി. ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്നത്. അതാണ് സമ്മിശ്ര വളപ്രയോഗം. എന്താണ്? ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്നതിനാണ് സമ്മിശ്ര വളപ്രയോഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ജീവാണുവളത്തിന് ഉദാഹരണമാണ് എന്ത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. NPK വളം, ചാണകം, കോഴിക്കാഷ്ടം, സ്യൂഡോമോണസ്. ഇതിൽ ഉത്തരം വരുന്നത് സ്യൂഡോമോണസ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്: ജൈവ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന മിത്ര കീടം ഏതാണ്? ജൈവ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന മിത്രകീടം. ഉത്തരം ഇതാണ്, ഓപ്ഷൻ ഡി, വട്ടച്ചാഴി. എന്താണ്? വട്ടച്ചാഴി. അടുത്ത ചോദ്യം: കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഇഞ്ചിയുടെ ഏത് ഭാഗത്തു നിന്നാണ് പുതിയ സസ്യം ഉണ്ടാകുന്നത്? ഇഞ്ചിയുടെ ഏത് ഭാഗത്തു നിന്നാണ് പുതിയ സസ്യം ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭൂഖണ്ഡം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മാവിനങ്ങളിൽ റൂട്ട് സ്റ്റോക്കായി തിരഞ്ഞെടുക്കുന്നത് ഏതിനെയാണ്? ഉത്തരം നാടൻ മാവിനെയാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഗ്രാഫ്റ്റിങ്ങിൽ ഒട്ടിക്കുന്ന കമ്പിനെ പറയുന്ന പേര്? ഗ്രാഫ്റ്റിങ്ങിൽ ഒട്ടിക്കുന്ന കമ്പിനെ പറയുന്ന പേരെന്താണ്? ഉത്തരം സയൺ ആണ്. ഗ്രാഫ്റ്റിങ്ങിൽ ഒട്ടിക്കുന്ന കമ്പിനെ പറയുന്ന പേര് സയൺ. അടുത്ത ചോദ്യം ഇതാണ്: പ്രജനന രീതിക്കനുസരിച്ച് കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? പ്രജനന രീതിക്കനുസരിച്ച് കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഇതാണ്, കരിമ്പ്. പ്രജനന രീതിക്കനുസരിച്ച് കൂട്ടത്തിൽപ്പെടാത്തത് കരിമ്പാണ്. തന്നിരിക്കുന്നത് മഞ്ഞൾ, ചേന, ഇഞ്ചി, കരിമ്പ്. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് കരിമ്പ്. അടുത്ത ചോദ്യം ഇതാണ്: താഴെ കൊടുത്തവയിൽ നാഗപതിവയ്ക്കലിന് അനുയോജ്യമായ ചെടി ഏത്? ഉത്തരം ബോഗൻവില്ലയാണ്. അടുത്ത ചോദ്യം നോക്കാം. മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്നും പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതി?
ഉത്തരം ഇതാണ്, പതിവയ്ക്കൽ. അടുത്ത ചോദ്യം നോക്കാം. ജി കുമാരപിള്ളയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ജി കുമാരപിള്ളയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. കവിയായിരുന്നു, അധ്യാപകനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, സാഹിത്യ നിരൂപകനായിരുന്നു. ഉത്തരം സാഹിത്യ നിരൂപകനായിരുന്നു എന്നതാണ്. അടുത്ത ചോദ്യം. ജി കുമാരപിള്ളയുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി. ഉത്തരം ഇതാണ്, സപ്തസ്വരം. ജി കുമാരപിള്ളയുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് സപ്തസ്വരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേന്ദ്ര സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? ഉത്തരം സുഗതകുമാരി. സുഗതകുമാരിയുടെ തറവാടാണ് വാഴുവേലിൽ തറവാട്. 12 വർഷം എന്നത് ഒറ്റപ്പദമാക്കിയാൽ എന്താണ്? 12 വർഷം എന്നത് ഒറ്റപ്പദമാക്കിയാൽ ഓപ്ഷൻസ് പതിറ്റാണ്ട്, നൂറ്റാണ്ട്, വ്യാഴവട്ടം, നടുവട്ടം. ഉത്തരം വ്യാഴവട്ടം. 12 വർഷം എന്നത് ഒറ്റപ്പദമാക്കിയാൽ കിട്ടുന്നത് വ്യാഴവട്ടം. അടുത്ത ചോദ്യം ഇതാണ്. മലഞ്ചെരുവുകളിൽ ഉത്സവത്തിന്റെ കേളികൊട്ട് മുഴങ്ങുകയായി. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തുക. കേളികൊട്ട് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം അറിയിപ്പ് എന്നാണ്. കേളികൊട്ട് അറിയിപ്പ്. അടുത്ത ചോദ്യം നോക്കാം. കൃഷ്ണബിംബങ്ങളുടെ കവയിത്രി എന്നറിയപ്പെടുന്നത് ആര്? കൃഷ്ണബിംബങ്ങളുടെ കവയിത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നോക്കൂ, വിജയലക്ഷ്മി. കൃഷ്ണബിംബങ്ങളുടെ കവയിത്രി എന്നറിയപ്പെടുന്നത് വിജയലക്ഷ്മിയാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഇതാണ്, മുൻമൊഴി. മറക്കരുത്, ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? മുൻമൊഴി എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നീലക്കടൽ വിഗ്രഹിച്ചെഴുതിയാൽ ഓപ്ഷൻസ് നീലയായ കടൽ, നീലത്തിൻ്റെ കടൽ, നീല പോലുള്ള കടൽ, നീല നിറമുള്ള കടൽ. ഉത്തരം ഇതാണ്, നീല നിറമുള്ള കടൽ. നീലക്കടൽ വിഗ്രഹിച്ചെഴുതിയാൽ നീല നിറമുള്ള കടൽ. അടുത്ത ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സുഗതകുമാരിയുടേതല്ലാത്ത കൃതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സുഗതകുമാരിയുടേതല്ലാത്ത കൃതി. തന്നിരിക്കുന്നത് അമ്പലമണി, പാവം മാനവഹൃദയം, രാധ എവിടെ, ഓണപ്പൂക്കൾ. അപ്പോൾ സുഗതകുമാരിയുടേതല്ലാത്ത കൃതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉത്തരം? ഉത്തരം ഓണപ്പൂക്കളാണ്. അടുത്ത ചോദ്യം ഇതാണ്. കവി എന്ന പദത്തിൻ്റെ എതിർലിംഗം. കവി എന്ന പദത്തിൻ്റെ എതിർലിംഗം എന്താണ്? ഉത്തരം ഇതാണ്, കവയിത്രി. കവി എന്ന പദത്തിൻ്റെ എതിർലിംഗം കവയിത്രി എന്നതാണ്. അവസാനത്തെ ചോദ്യം ഇതാണ്. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? കൂട്ടത്തിൽ ചേരാത്തത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആർദ്രം, ആഹ്ലാദം, ഹർഷം, ആനന്ദം. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ആർദ്രമാണ്. എന്താണ്? ആർദ്രം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ കരുതിയിട്ടുണ്ട്. ആ ചോദ്യം ഇതാണ്. ഇരവികുളം ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇരവികുളം ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എറണാകുളം, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ കൂടുതൽ USS വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.